പോയില്ല. ഞാൻ എടുക്കും. ഞങ്ങൾ തേക്കടിക്ക് പോവാണ്. രാവിലെ ഇറങ്ങാന്ന് വിചാരിച്ച ഇപ്പോൾ 2 o'clock ആയി. 2 o'clock ഇറങ്ങി. ഇച്ചനെ കറക്റ്റ് സമയത്തിന് ആക്കാത്തോണ്ടാ മുടി എന്തിട്ട് വെട്ടിക്കുന്ന മനസ്സിലാവുള്ളൂ. അതെങ്ങനെയല്ല ഒന്നും കൂടി ഭംഗിയിൽ എടുത്തിട്ട് ഇത് ഇപ്പൊ ആകെ ചറ പറയാന്ന് കിടക്കണേ. ലെയർ ഇത് ബേസ് ഇങ്ങനെ പറക്കണ ഫ്രെയിമിങ് കാണില്ല. ഫ്രെയിമിങ് പിന്നെ വേറെ ഡീടാനിങ്. വുമൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഡീടാനിങ് ഫ്രീ ആണെന്നും പറഞ്ഞിട്ട് അതും ചെയ്യിപ്പിച്ചു. എനിക്ക് ടെൻഷൻ ഉണ്ടായി. ആ ഒരു ക്രീം പറ്റി വെച്ചപ്പോ പെട്ടെന്ന് ബേണാണ് സെൻസേഷൻ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാ ബ്ലീച്ച് ആണോ ചെയ്യണമെന്ന് വെച്ചു. അപ്പൊ പെണ്ണ് പറഞ്ഞ് ഇച്ചിരി പൊള്ളണ പോലെയല്ലേ അത്, മാഡത്തിന്റെ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ് ഫേസ്, അതുകൊണ്ട് വന്നു. പക്ഷെ പേടിക്കണ്ട, നോർമലാണ്. 10 minutes വെച്ചിട്ട് വാഷ് ചെയ്യുന്ന പറഞ്ഞു. വെരി ബാഡ്. സോപ്പ് ഇടണ വെച്ചോ. എന്റെ അച്ഛൻ സുന്ദരനല്ലേ. ഇച്ചി പറക്കണ മുടി ഇങ്ങനെ നിക്കാം. അത്ര ചെറുതൊക്കെ എന്റെ വീട്ടില് കഴിച്ചില്ല. ഒരു കാര്യം കൂടി പറയണം. തേക്കടിക്ക് നമ്മുടെ അവിടുന്ന് 150 kilometers. വീഡിയോയില് സ്ലീവ്ലെസ് ഉണ്ടെന്ന് തോന്നണം. എനിക്കിഷ്ടല്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ടെന്താന്നറിയോ, വണ്ടി തന്നെയല്ലേ കൂടുതല്. അപ്പൊ സ്വെറ്റിങ് അധികം എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇതിപ്പോ ഈ പാന്റൊക്കെ കംഫർട്ടബിൾ അല്ലേ, അല്ലെങ്കിൽ ജീൻസ് ഇട്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്താവും. ഇച്ചൊരു 2 ടീഷർട്ട് വെച്ചിട്ടുണ്ട്, 2 ഷർട്ട് വെച്ചിട്ടുണ്ട്, ഇനി ട്രൗസർ വെച്ചിട്ടുണ്ട്. എനിക്കും നാളെ ഇടാനുള്ള 2 ഡ്രസ്സായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ നിക്കാം. അതിനുള്ള ഡ്രസ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ അമ്പലം വെള്ളപ്പൊക്കം വരുമ്പോ ഫുള്ള് മുങ്ങും. ഏതമ്പലം? അവിടെ അവിടെ എഴുതിണ്ടായിരുന്നു. നമുക്ക് എറണാകുളത്ത് എഴുതിണ്ടായിരുന്നു. ഇവിടെയാണ് ആൾക്കാര് മറ്റേ ഇടാൻ പറ്റിയത്. ഞാൻ വെള്ളപ്പൊക്കം വന്നപ്പേ ഇവിടെ വന്നോണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളം കയറി ഉണ്ടായി. വെള്ളം കാണാൻ വന്നല്ല, അലിയന്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അവിടെ പുഴയിലൊക്കെ അവിടെ പോയി. ചില സ്ഥലം എനിക്ക് തോന്നി. ഞാൻ ചോദിക്കാന്ന് വെച്ചു നേരത്തെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വെച്ചെന്നെ കളിയാക്കിയല്ലോ ഞാൻ ചോദിച്ചില്ല. മൂക്ക് ചുമന്ന് കഴിക്കണം. ഫുള്ള് കാണാല്ലേ. ഇതിപ്പോ പെട്ടയെ തല കാണുന്ന പോലെ പെട്ടയെ കാണാം. അത് വേറാണോ? ഈ പ്രാവശ്യം റൂഫ് ടോപ്പ് ബാർ ഉണ്ടെങ്കിൽ കേറാട്ടയച്ച. ഇതില് ഉദ്ദേശിച്ചേ അല്ല, ഈ മല കാണുന്ന രസല്ലേ. അതായത് എന്താ പറയാ, ബ്രൗൺ മലകളല്ലേ. ഇത് ഷോർട്സ് എടുക്കാൻ വേണ്ടി ക്യാമറ തിരിച്ചടിച്ചു. അല്ലെങ്കിൽ നല്ല അടിപൊളി ഏകദേശം ഇതേപോലത്തെ വൈബ്. പക്ഷെ രസമുണ്ടല്ലേ, നല്ല മല. ഇങ്ങനെയല്ല നേരത്തെ ഇതുപോലെ. ഇത് വേറെ വ്യൂ തന്നെയല്ല. ഇത് കാണാൻ വിൻഡോ ഓപ്പൺ ചെയ്തോട്ടെ. ഇത് കാണാൻ ഭംഗിയുണ്ട്. എന്തോ വലിയൊരു കൊക്കയ്ക്ക് പോണ ഫീലില്ല. 2 സൈഡ് പുറത്ത് ചൂടാന്നല്ലേ. ചൂട് കാറ്റാ. മുഖത്ത് ബ്രൈറ്റ്നസ് ഒക്കെ എന്റെ മുഖം തൊടോ. ബ്രൈറ്റ്നസ് കുറയ്ക്കണോ? ഇതൊക്കെ അപ്പൊ എന്റെ മുഖത്തിൽ തോറണ്ട് പൊട്ടി. പ്രേതം ഡിറ്റ അവിടെ പട്ടീനെ കണ്ടു. പട്ടീനെ കണ്ടിട്ട് ഡിറ്റ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എപ്പോ വേണമെങ്കിലും ഡിറ്റ ഓടിക്കൂട്ടി കയറും. ഇന്ന് വായിച്ചടി
പമ്പ്ള. ഇത് പെരിയാർ ലോവർ ഡാം അല്ലേ ഇട്ടേക്കണെന്നറിയോ? ചിലപ്പോ ഈ വേസ്റ്റുകൾ കിടക്കാണ്ടിരിക്കാനാ. വേസ്റ്റ് അവിടെ ബ്ലോക്ക് ആവാൻ വേണ്ടിയാണ് ആ സാധനം ഇട്ടണ. തുറന്നേക്കിട്ട് പൊട്ടി ഡിറ്റ. ഇപ്പൊ പട്ടീനെ നോക്കി പട്ടീനെ വിളിപ്പിക്കും. പട്ടീനെ നോക്കല്ലേ. ആ ഡിറ്റ പേടിച്ച് പട്ട കാറിനകത്ത് കയറി പാമ്പട്ടി ചമ്മി. ഇതാണ് പെരിയാറിന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. വെള്ളം ഇല്ലാണ്ടൊക്കെ പാവം അത് കിളിയുടെ മറ്റു സാധനം പോയാ. അതെ അതാണ് കാക്ക എന്ന് ഞാൻ വിശ്വസിച്ചത്. ഇതാണ് മോളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇവിടെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണേ. അത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ വെള്ളമാണ് താഴേക്ക് തന്നെ. ശരിക്കും ക്ലിയർ ആയിട്ട് അടി കാണാം അല്ലേ? വെള്ളമില്ലാത്തോണ്ടാ. വെള്ളത്തിന് അടി പറ്റി വരണ്ടി. പാലല്ലേ അവിടെ പൈപ്പിടാനുള്ള പരിപാടി. കണ്ട ഇത് മണ്ണ് കട്ടായിട്ടിരിക്കണ. മണ്ണ് കട്ടായിട്ടിരിക്കണ ചെളി. Guys, this is our room. Marike, this is our room. A TV, a bed with blue blanket, ഒരു ബാൽക്കണി, 2 ലൈറ്റ്. ഇല്ലാട്ട ആകെ ഇച്ചിരി അയച്ചുണ്ട്. പിന്നെ അന്വേഷിച്ചു. പിന്നെ ഇവിടെ ഒരു ഡോറ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കുളിങ്ങനെ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, ഡസ്റ്റ്ബിൻ, പിന്നെ നമ്മുടെ കാര്യം. അടിച്ചുകണ്ടിയായിട്ട് റോട്ടിൽ കൂടെ നടക്കുന്നു. ഞാൻ ഈയല്ലോ പറഞ്ഞ പിച്ചക്കാരി ലുക്ക്. പിച്ചക്കാരില്ല, അതിനെ താഴെ ബെഗർ ലുക്ക്. മുസ്ലിം പള്ളിയാണ്. ഞാൻ UK ഈ മാസം മൊത്തം ഫുഡ് പുറത്ത് പള്ളിയിലിരിക്കുകയാണ്. നല്ല ബിരിയാണി കിട്ടും. ഓരോ ബിരിയാണി എന്നിട്ട് ചുറ്റുന്നിട്ട് ഫുഡ് അടിക്കാൻ പോണേ. സ്പൈസി അതാ പട്ടി നേരത്തെ വേറെണ്ടാക്കിയില്ലേ മുകളില്. അതുപോലെ പട്ടികളുടെ അസോസിയേഷൻ ഉണ്ട്. അവിടെ അവർ സംസാരിക്കണ്ട. ചേച്ചിമാരെ സൗണ്ട് ഇങ്ങനെ ഇരുന്നില്ലേ? ചന്തയിൽ പോയി പോലെ. അത് പട്ടിനെ വളർത്തുന്ന പട്ടികളാ. എന്നിട്ട് ഇപ്പൊ പേടിച്ചപ്പോ മൂത്രം ചോദിച്ചാ. ശരിക്കും ഇപ്പൊ രാത്രി ഇപ്പൊ സമയത്ത് 8:30 9 9. പക്ഷെ ഇവിടെ കൈൻഡ് ഓഫ് ഒരു നല്ലൊരു വൈബുള്ള ഒരു തായ്ലാൻഡ് പോണ ഒരു വൈബ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം എടുക്കണം. നമ്മളിപ്പോ ഇത്ര കാലം ഇത് കോസ്മെറ്റിക് ഹോസ്പിറ്റലാണോ? ഇവിടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ പോണ്ടിച്ചേരിയിൽ പോയപ്പോൾ എത്ര ഉണ്ടായിരുന്നില്ല അതുകൊള്ള. ക്രിസ്റ്റൽ ഏത് നീ ഒരു ബിയറിൽ അടിച്ചോളൂ. ഭയങ്കര കിണ്ടിയാലോ ഡിറ്റ്. കിടക്കാൻ സെലക്ട് ചെയ്ത ഏരിയ എങ്ങനെയുണ്ട്? ഞാനല്ല തേക്കടി പറഞ്ഞു. അതല്ല, ഈ ഏരിയയില് റൂം ഞാൻ ബുക്ക് ചെയ്തത് എന്തായി? അത് നല്ലതായി. ഇതിപ്പോ 8 മണിക്ക് ഒക്കെ വരാന്നെങ്കിൽ വേറെ വൈബായിരിക്കുമല്ലോ കുറച്ചുകൂടി. ഇത് 9 മണിക്ക് കേരളത്തില് ഈ പട്ടിക്കാടുള്ള വിചാരിച്ച സ്ഥലത്ത് നടന്നിട്ട് ഇവിടെ പട്ടിക്കാട് അങ്ങനെ വിചാരിച്ച സ്ഥലം. ഞാൻ തേക്കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എങ്ങനെ വിചാരിച്ചത്? നമ്മള് മൂന്നാറില. ബാക്കി എവിടെയൊക്കെ പോയിട്ട് ഈ ഒരു വൈബ് കിട്ടിയില്ല. നല്ല വൃത്തി നിറച്ച ആൾക്കാര്, കൊറേ
തുടങ്ങിയ നോർത്ത് ഇന്ത്യൻസ് സായിപ്പന്മാര് ആക്ച്വലി അതാണ് പിടിച്ചിക്കണേ. ആരും കണ്ടില്ല. കുഞ്ഞു ട്രൗസർ ഇട്ട ചേച്ചിമാര്. അതൊരു തള്ളായിരുന്നു. പക്ഷെ ആ ചോക്ലേറ്റ് ചക്കര തന്നെ കഴിയണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടാണോ? ഞാൻ നിന്നെടുക്കേണ്ടി വരും. പവർ ഓഫ് 1 ബിയർ ബോട്ടിൽ. അതൊരു കുണ്ടി. ഇതാണ് ഞാൻ പിന്നെ നോക്കിയ ഹോട്ടല്. ശരി, ചാത്തനാ. പെരിയാറിനായിരുന്നു. പക്ഷെ പെരിയാർ ടൈഗേഴ്സിലാട്ടാ. ഇത് വേറെ പെരിയാറുണ്ട്. പെരിയാറ് വേറെ. പുറത്തത്തെ ആൾക്കാരാണ് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വൈകി രാത്രിയായിട്ട്. നമ്മുടെ നാട്ടില് 8 മണിയാകുമ്പോഴേക്കും കടച്ചു പോകും. മതിയാ വേണ്ടയാ? അങ്ങോട്ടൊക്കെ തിരക്കുണ്ട്. ഏത് ഊട്ടി? വയനാട് പോയപ്പോ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിരുന്നു. ഇവിടെ ബീവറേജസ് ഉണ്ടാവും. ബീവറേജ് റൂഫ് ടോപ്പ് ബാർ. അത് വേണോ? വേണ്ട. ഇതൊക്കെ റൂഫ് ടോപ്പ് ബാർ വീക്ക്നെസ്സാ എനിക്ക്. നമ്മള് പോണ്ടിച്ചേരി പോയിട്ട് റൂഫ് ടോപ്പ് കയറി ഓർമ്മയുണ്ടോ? ആ ഉച്ച കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഉച്ച കഴിഞ്ഞ ടോപ്പിൽ പോയിരുന്നു. ബീച്ച് വ്യൂ റൂഫ് ടോപ്പിൽ പോയി ബിയർ അടിച്ച്. അന്ന് ബിയർ അടിച്ചിട്ടുള്ള വണ്ടി ഓടിക്കണല്ലേ. അപ്പം നമ്മൾ പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തു. സ്പൈസി ഫ്രൈഡ് റൈസ്, ചിക്കൻ 65, ഒരു പൊറോട്ട, പിന്നെ ബിയറും എടുത്തിട്ടില്ല. നീ പേടിക്കണ്ട. പെപ്പർ ചിക്കൻ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഞങ്ങൾ ഗ്രേവി നമ്മൾ ഗ്രേവി ഉദ്ദേശിച്ച. പക്ഷെ പന്നീർ ഡ്രൈ ഒന്നും. ആ കഥ പിന്നെ പറയാം. അത് ഒരു എപ്പിസോഡായിട്ട് കാണാം. അന്ന് ഇതിലും പറയാം. നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിച്ചു കഴിഞ്ഞാൽ മെനു ചോദിക്കണം. കണ്ണു തുറപ്പിക്കല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്താ. ഞങ്ങൾ ആദ്യം ഒരു കടയിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു. അതിന് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചോദിച്ചു, മെനു ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു മെനു ഇല്ല, പുതിയ കടയാണ്. ഓക്കെ, റേറ്റും ചോദിച്ചു. അപ്പോൾ 250 രൂപയുടെ പെപ്പർ ചിക്കനും ചിക്കൻ 65ക്കും 250, ഫ്രൈഡ് റൈസ് 160. അത് കഴിഞ്ഞിട്ട് വീണ്ടും പാഴ്സൽ അടിക്കാൻ പോയപ്പോൾ അവർ ബില്ല് 180 ആക്കി. ചിക്കനൊക്കെ 280 ആക്കി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ ചോദിച്ചതല്ലേ ഇത്? അപ്പോൾ ആളോട് അല്ല, ഞാൻ നേരത്തെ 250 പറഞ്ഞിരുന്നു, 280 പറഞ്ഞിരുന്നത്. നമ്മുടെ ചേട്ടാ ഇത് 250 പറയാം. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മൾ കേട്ടത് മിസ്റ്റേക്ക് ആവാം. 250 280 ഞാൻ വിചാരിച്ചു, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസ് എത്രയാന്ന് പറഞ്ഞു? 180. ഞാൻ ചേട്ടാ 160 പറഞ്ഞത്, 180. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ ഞാൻ പോവാണ്, എനിക്ക് വേണ്ട, പറ്റിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളവരെ ഡിസ്കൗണ്ട് അല്ല കുറച്ച് തരാം. ഞാൻ പറഞ്ഞു വേണ്ടാടെ, ഞാൻ പോവാന്ന് കുറച്ച് തരാമെന്ന്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ മെനു ഉണ്ടോ നോക്കണം. അവിടെ കുറേ നോർത്ത് ഇന്ത്യൻസും ഇംഗ്ലീഷുകാരും ഇരിക്കുന്നുണ്ട്. മെനു ഇല്ല, നല്ല റേറ്റ് കൊടുക്കും. ഞങ്ങൾ ഫുഡ് പാർസലായതുകൊണ്ട് ഞാൻ എന്നിട്ട് അത് കോമഡി അല്ല, കഴിച്ചിട്ട് പോ എന്തിനാ പാർസൽ ചെയ്യണമെന്ന്. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ച് പിന്നെ കാശ് കൊടുക്കണമല്ലോ. അപ്പം നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കാം.